ഈ ദൗത്യം പാർട്ടി ഏറ്റെടുത്ത് അതിൻ്റെ ഒരു ഉപസമിതി ഉണ്ടാക്കി അതിൽ എന്നെ കൺവീനറാക്കിയിട്ടും പ്രിയപ്പെട്ട ഫിറോസും പ്രിയപ്പെട്ട സമീറും പ്രിയപ്പെട്ട മമ്മൂട്ടി സാഹിബും പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബും പ്രിയപ്പെട്ട കെ ഇസ്മായിലും ഒക്കെയുള്ള ഒരു സബ് കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കി. ആ സബ് കമ്മിറ്റി വളരെ ഭംഗിയായി ഒക്കെ പ്രവർത്തിച്ചു. ഇതിൽ ഏറ്റവും ഒന്ന് പറയേണ്ടത് 40 കൊല്ലമായിട്ട് കോൺട്രാക്ട് രംഗത്തുള്ള നിർമ്മാൺ കൺസ്ട്രക്ഷൻ മുഹമ്മദ് സാഹിബ്, അദ്ദേഹമാണ് ഈ വീട് ഇത്രയും നല്ല മനോഹരമാക്കിയത്. അദ്ദേഹമാണ് മുഹമ്മദ് സാഹിബ്. മുഹമ്മദ് സാഹിബാണ് നമുക്ക് ഇത് അഭിമാനകരമായിട്ടുള്ള ഒരിത്. പിന്നെ ഇത് ഈ രൂപത്തിൽ ലേഔട്ട് കാര്യങ്ങൾ, ഇത് സൈറ്റ് ലെവലിങ് ഇതൊക്കെ ചെയ്ത് ഇവിടെ കിണർ ടാങ്ക് കാര്യം, ഈ കിണറും ടാങ്കും ഒക്കെ മലബാർ ടെക് അതിന്റെ MD അക്ബർ മകൻ റഫീഖ് ഇവരാണ് അത് ചെയ്തത്. ഈ ലേഔട്ട് കാര്യങ്ങൾ ഇതിങ്ങനെ മനോഹരമാക്കിയത് ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ അവരാണ്. ഇവർ രണ്ടും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മനസ്സോടുകൂടി ഒരു ശരീരത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്കത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. പിന്നെ ഇതിന്റെ ഡിസൈൻ പെര കണ്ടാൽ ചെറുതാണ്, ഉള്ളിക്കണ്ട് കയറിയാണ് അതിന്റെ വലുപ്പം അതറിയാം. അപ്പൊ ഏറ്റവും നല്ല ഇതിൽ ടോണി നമ്മുടെ ആർക്കിടെക്ട് ഒരു പൈസ നമ്മളിത് പ്രതിഫലം വാങ്ങിയിട്ടില്ല, ഒരു മുട്ടുസൂചിയുടെ പൈസയും കൂടി വാങ്ങിയിട്ടില്ല. എല്ലാം അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹവും ദൈവം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഇവിടെ പറഞ്ഞല്ലോ ക്വാളിറ്റി, അതിലൊന്നും ഒരു കുറവ് ചെയ്തില്ല. ഇതിന് കുഞ്ഞാഴ്ച സംഘം ഉണ്ടാവും. കാരണം എന്താ പറയുക, ഈ ഇത് തുടങ്ങുമ്പോൾ തങ്ങൾ ഇത് ഏൽപ്പിച്ചപ്പോൾ കുഞ്ഞാഴ്ച സാഹിബ് നമ്മൾ സ്റ്റേറ്റ് സെക്രട്ടറി സലാമാക്കി. കുഞ്ഞാഴ്ച സാഹിബാണ് നമ്മൾ ഫണ്ട് റൈസിങ്ങിന്റെ പാർട്ടിയിൽ എല്ലാവർക്കും പാർട്ടിയിൽ ഫണ്ട് റൈസിങ് ആദ്യ ഘട്ടത്തിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിന് 15-16 കോടി രൂപയാണ്. നമ്മളിനി ക്രൗഡ് ഫണ്ടിങ്ങിന് കോണ്ടാക്ട് തങ്ങൾ കുഞ്ഞാഴ്ചാനെ വെച്ചു. കുഞ്ഞാഴ്ച പറഞ്ഞ ബഷീർ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് പൂർത്തീകരിക്കാം. ആ ദൗത്യം 15 കോടി ഉണ്ടാക്കാനുള്ള ദൗത്യം കുഞ്ഞാഴ്ചയുമാണ് ഏറ്റെടുത്തത്. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു ആത്മവിശ്വാസം ഒരാളുണ്ട്. തങ്ങൾ പറഞ്ഞ് കുഞ്ഞാഴ്ച കേൾക്കുന്നത്, അത് കുഞ്ഞാഴ്ച പറയുമ്പോൾ തങ്ങളും പറയണത് കേട്ടിട്ട് സലാമാക്കി ഞങ്ങളും ഒക്കെ ടീമായിട്ട് ഇത് നടന്നു. ഇതിലൊരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്, ദുഃഖമുണ്ട്, അതിനൊരു സന്തോഷം. എന്റെ സബ് കമ്മിറ്റി 2 ആളും നിയുക്ത MLA-മാരാകും പോകുക. ഒന്ന് ഫിറോസ് കൊടുവള്ളിയിൽ ഉറപ്പാണ്, അത് അനുഗ്രഹിച്ച് 4ാം MLA. ഒന്ന് ഷമീർ സാഹിബ്, ഒന്ന് ഈശ്വർ കണ്ടോട്ടെ. ഇപ്പൊ 2 ആളും ഒക്കെ MLA. ഇതൊക്കെ നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് ഒരിക്കൽ അനുഗ്രഹം കിട്ടി, അല്ല ആകും ഉറപ്പാണ്. എന്നാലും പറയാണ്. പിന്നെ സലാമാക്ക് ഇതിന് എപ്പോഴും വരും. സലാമാക്ക് നമ്മൾ ഇവിടെ വന്നു, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നു ഞങ്ങളുടെ ഈ പരിപാടി. നമുക്കത് പബ്ലിസിറ്റി അല്ല, നിങ്ങളുടെ പ്രയാസം വിഷമം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം. പ്രയാസങ്ങൾക്ക് ദുരിതങ്ങൾക്ക് പാവപ്പെട്ടതിന്റെ കണ്ണീരും അതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇതിന് ആത്മാർത്ഥമായിട്ട് എല്ലാവരും അറിയുന്നവർക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചു. നാട്ടുകാരും നിങ്ങളൊക്കെ ഒക്കെ സഹായിച്ചു. പിന്നെ നേതാക്കളുടെ പിന്നെ സിദ്ദീഖ് നിങ്ങളെ MLA ആണ്. സിദ്ദീഖ് ഇതിൽ ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് വിമർശനമൊക്കെ നേരിട്ട് അവസാനം അങ്ങേപ്പുറത്തെ പരിപാടി കൊണ്ടുപോയപ്പോൾ ഒരു കൂട്ടർ കൂക്കി ഇവിടെ മനുഷ്യന്മാർ കൈജോടിച്ച് ചെയ്തു. അതാണ് 2 വ്യത്യാസം. പിന്നെ ജയന്തി ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, DCC പ്രസിഡന്റ് ഉണ്ട്, നമ്മുടെ KMCC-ന്റെ നാഷണൽ പ്രസിഡന്റ് അൻവർ ഉണ്ട്. ഇവരൊക്കെ സഹായിച്ച KMCC നമ്മളെ അങ്ങായിട്ട് സഹായിച്ച അൻവർ സാഹിബ് ഒന്ന് കുട്ടികൾ. പിന്നെ ജയന്തി ഉണ്ട്, നമ്മുടെ കൂത്തുപറമ്പിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. വർഷം അനുഗ്രഹിച്ചാൽ ജയിച്ചു വരും. അപ്പൊ ജയിക്കും അതിന് പറഞ്ഞ അല്ല, എന്നാലും ഉണ്ടല്ലോ. കാരണം 25,000 വോട്ടിന് നമ്മൾ തോറ്റ സീറ്റ് കൊണ്ടിരുന്നു. കുഞ്ഞാഴ്ച മത്സരിച്ച കുഞ്ഞാഴ്ച പിന്നെന്താ നിങ്ങള്, നമുക്ക് നാട്ടിൽ എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ കൂടി ചൂടാമനാണ്. ഏറ്റവും തന്ത്രം കൊണ്ടും കാര്യം കൊണ്ടും ഒക്കെ UDF-നെ കൊണ്ടെടുക്കേണ്ട മൂപ്പരാണ്. ഇനിയിപ്പോ അത്യാവശ്യം രാഷ്ട്രീയം പറഞ്ഞാൽ നമ്മൾ ചെയ്യുകയാണ്, അത് പറയാക്കാൻ പറ്റില്ല. മൂപ്പര തന്നെയാണ് അതിനേക്കാളും വലുത് കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞാഴ്ച സാഹിബ് ഒരു 10,50,000 60,000 വോട്ട് ജയിക്കും. സിദ്ദീഖ് ജയിക്കും 10,000 വോട്ട്. ഇതൊക്കെ ഉഷാറാവും. ഞാൻ ആരാധിക്കും വേണ്ടി പ്രാർത്ഥിച്ചോളൂ. നമ്മൾ ഉണ്ടായ ബാക്കിലോട്ടും നന്നായി നടക്കുള്ളൂ. അപ്പുറത്തും ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവരോടും വലിയ സന്തോഷമുണ്ട്, ഒക്കെ ഉണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുക, അതൊക്കെ നല്ലത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. അപ്പൊ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു ജൂൺ 15 25 വീടിന്, 2ാമത്തത് സെപ്റ്റംബർ 30 കഴിഞ്ഞു. ഒന്നെന്താ അറിഞ്ഞു ഇപ്പൊ ഇങ്ങനെ തന്നെ പറയാം, ജൂൺ ജൂലൈ ആഗസ്റ്റ്. അതിന് അതെന്താ ചോദിച്ചാൽ നിൽക്കണം, ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മഴ. പിന്നെ 1-ാം ഇപ്പം നമുക്ക് പറ്റി വെച്ചാൽ 1.5 മാസം ആസാമിൽ ഇലക്ഷൻ വന്നു. ആസാമിൽ പണിക്കാരൊക്കെ പോയി. 2ാമത്തെ ബംഗാളിൽ ഇലക്ഷൻ വന്നു. ഓലൊക്കെ പോയി. ഓലൊക്കെ ഞാൻ മെയ് 8-ാം തീയതി 10-ാം തീയതി വരുള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇറാൻ യുദ്ധം ഉണ്ടായി, പശ്ചിമേഷ്യൻ സാധനങ്ങൾ വരുന്നില്ല, ഫർണസ് ഓയിലിന്റെ വില കൂടി, ഡോറ് കിട്ടുന്നില്ല. അവസാനം നമുക്ക് ബാക്കിയുള്ള ഡോറ് മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തുകൊണ്ടും പരിചയ സമ്പത്തുകൊണ്ടും സംഘടിപ്പിച്ചിട്ടാണ് ഇന്നിവിടെ എത്തിയത്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ.